ഹലോ ഗായ്സ്, ഇതാണ് ആരിഫ്. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത്. ഇപ്പം വീഡിയോ വേറൊന്നുമല്ല, ഇവന്റെ കാക്കാക്ക് നമ്മൾ ബൈക്ക് മേടിച്ച വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോന്റെ ആ ബൈക്കിന്റെ റിവ്യൂവും കാര്യങ്ങളും എടുക്കാനാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത് അല്ലേ? ബൈക്ക് എടുത്തിട്ട് 5 മാസം കഴിഞ്ഞിട്ട് 5 മാസമായി. നമ്മൾ ഇത്രയും താമസിക്കാൻ കാരണം അതിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ ആള് നമ്മളെ കൈ നിപ്പുണ്ട്, അടുത്ത് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് റിവ്യൂ ഒക്കെ ചോദിച്ചു നോക്കാം. ബൈക്ക് എങ്ങനെയുണ്ട്? 5 മാസമായി ഉപയോഗിക്കുന്നു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ബൈക്ക് സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി പവർ സാധനം. ഇത് കാക്കാക്ക് അന്ന് ആ കാക്ക പറഞ്ഞ കണക്ക് ഹൈവേ മോഡും മറ്റേ മോഡൊക്കെ യൂസ് ചെയ്യാൻ ഇതായിരിക്കും മനസ്സിലായ അങ്ങനെ അല്ല, ഞാൻ ട്രാക്ഷൻ കൺട്രോൾ അതൊക്കെ ഓട്ടിക്കുന്നുണ്ട്. അത് വണ്ടി സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ഓട്ടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നേരെ നമ്മൾ ഓട്ടിക്കുന്ന രീതിയിൽ അങ്ങ് ഓടിച്ചു പോയാൽ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാ വണ്ടി എങ്ങനെയാണ് ഓട്ടിക്കുന്നത് അതുപോലെ ഓടിച്ചു പോയാൽ. പിന്നെ വണ്ടി കയ്യിൽ നിൽക്കും. അത്യാവശ്യം ബിഗ്നർ ഫ്രണ്ട്ലി ബൈക്കാണ്, എല്ലാവർക്കും ഓട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ബൈക്കാണ്. കാക്ക ഇതിൽ എത്ര സ്പീഡ് കിലോമീറ്റർ പെർ അവർ മാക്സിമം എത്ര സ്പീഡിൽ പോയിട്ടുണ്ട്? മാക്സിമം 150 വരെയൊക്കെ പോയിട്ടുണ്ട്. 155 cc ബൈക്കില്ല, 157 വരെയൊക്കെ കയറും ഇത്. പിന്നെ ഈ വണ്ടിക്ക് ഇത്ര മൈലേജ് കിട്ടും? അത് കാര്യങ്ങള് ഞാൻ ചെക്ക് എനിക്കൊരു 42-45 വരെ കിട്ടുന്നുണ്ട്. പലർക്കും പല മൈലേജ് ആണ് കിട്ടുന്നത്. നമ്മൾ ഓട്ടിക്കുന്നതനുസരിച്ചിരിക്കും. ഞാൻ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഓട്ടിക്കുന്നുണ്ട്, 45 കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ റൈഡിങ് ഒരു രീതി എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് പേടി വന്നിട്ടുണ്ടോ? പേടിയൊന്നും വരും. നമ്മള് സൂപ്പർ ബൈക്കാണ്, നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഓട്ടിക്കാൻ പറ്റും. സൂപ്പറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വണ്ടി ക്വിക്ക് ഷിഫ്റ്റർ ആണ്. നമുക്ക് വണ്ടി അപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഗിയറേ 2nd, 3rd, 4th, 5th, 6th അപ്പ് മാത്രമേ ചെയ്യുള്ളൂ, ഡൗൺ ചെയ്യത്തില്ല ഈ ക്വിക്ക് ഷിഫ്റ്ററിൽ. ഈ വണ്ടി മേടിച്ചിട്ട് ഇതുവരെയും വല്ല നമുക്ക് പാർട്ട് മാറ്റേണ്ടതായിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? പാർട്ട് മാറ്റേണ്ടതായിട്ടുള്ള എൻ്റെ മിറർ പൊട്ടിയിരിക്കുക, നമ്മൾ മേടിച്ചപ്പോഴേ പൊട്ടിയിരിക്കുകയായിരുന്നു ഈ ഗ്ലാസിന്റെ സൈഡ് ഭാഗം. പിന്നെ അത് 2 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ എനിക്ക് ശരിയാക്കി തന്നു. അതിനൊന്നും കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? വേറെ ഇൻഷുറൻസ് വേറെ ഒന്നും പറ്റിയിട്ടില്ല. അല്ല, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ വല്ല ആഡ് ചെയ്യേണ്ടി ഇങ്ങനെ വന്നു കാക്ക? അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. വണ്ടി ഇറക്കിയ ആ ടൈമിലുള്ള അതേപോലത്തെ ലുക്ക് തന്നെ. ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ നമുക്ക് വണ്ടി ചെയ്യാം, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. എനിക്ക് മോഡിഫിക്കേഷൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പിലാണെങ്കിൽ ഏത് കളർ ഡിസൈൻസ് എല്ലാം വേണമെങ്കിൽ മാറ്റി നമുക്ക് മോഡിഫൈ ചെയ്യാം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ലുക്കാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് വെച്ച് ചെയ്യുന്നത്. പിന്നെ ഈ കളർ എടുക്കാൻ ഒരു താല്പര്യം വേറെ വല്ല വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, വല്ല കളറല്ല ഈ കളർ എടുക്കാൻ? എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാണ്. ഇതിനോട് തന്നെ എനിക്ക് ISL ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ബാംഗ്ലൂരും കേരള ബ്ലാസ്റ്റേഴ്സുമാണ്. അപ്പം ബാംഗ്ലൂരിന്റെ ജേഴ്സി തന്നെ, ടീം ജേഴ്സി തന്നെ, ഹോം ജേഴ്സി തന്നെ എനിക്ക് എടുക്കണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്ലൂ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ കളറിലോട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ വൈറ്റ് കളർ ഉണ്ട്, അത് അടിപൊളി കളറാണ്. പക്ഷെ എനിക്ക് അതിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ കളറാണ്. പിന്നെ ഈ R15 V4 തന്നെ എടുക്കാൻ കാരണം എന്ത്? V3 ഇടയ്ക്കാണ്. R15 പല മോഡൽസ് ഉണ്ട്. R15 R15 2 ഉണ്ട്, R3 ഉണ്ട്, 4 ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വേർഷൻ 4 ആണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഏറ്റവും ഇറങ്ങിയ മോഡൽ തന്നെ എനിക്ക് വേണമെന്നൊരു താല്പര്യം തോന്നി. ട്രെൻഡിങ് നിൽക്കുന്ന തന്നെ വേണം, ട്രെൻഡിങ് നിൽക്കുന്ന തന്നെ എനിക്ക് വേണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ R15 V3 ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് സൂപ്പർ ബൈക്കാണ്. അതിലും ഡിഫറൻസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ R15 V4 എടുത്തത്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിന്റെ ലുക്ക് V3ക്കാളും കുറച്ചും കൂടെ ലുക്ക് എനിക്ക് തോന്നിയത് V4ലാണ്. പക്ഷെ V3 ലുക്കില്ലെന്നല്ല, V3 സൂപ്പറാണ്. ഇതിന്റെ ബാലൻസിങ് ഒക്കെ എങ്ങനെയാണ്? ബാലൻസിങ് ഒക്കെ ഒരു ബിഗ്നേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള ബാലൻസിങ് ഒക്കെയാണ്. V3ന്റെ അത്രയും വെയിറ്റ് നമുക്ക് ഇതിൽ കിട്ടും? രണ്ടും ഒരേ വെയിറ്റ് ആണല്ലോ, ഒരു സെയിം വെയിറ്റ് ആണ്. വെയിറ്റിലൊന്നും എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇതിന്റെ ബ്രേക്ക് എങ്ങനെയാണ്? പക്കയാണ്? ബ്രേക്ക് വരുന്ന ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നോ നമുക്ക് പക്ക പിടിച്ചാൽ നമുക്ക് ഏത് ഗിയറിൽ നമുക്ക് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് അപ്പം തന്നെ ബ്രേക്ക് കിട്ടുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ്. എനിക്ക് ഒരു ആക്സിഡന്റ് നടക്കാൻ പോയ സമയത്ത് ഒരു ഓട്ടോ വന്ന് കുറുക്കെ ചാടി. അപ്പൊ ഞാൻ പെട്ടെന്ന് പിടിച്ചത് ബ്രേക്കാണ്. ബ്രേക്ക് നമുക്ക് പിടിക്കത്തില്ല. ഡുവൽ ചാനൽ ABS ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് നമുക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ തറ കിടന്നു കഥം വായന.
നമുക്ക് ഈ ബൈക്ക് സ്റ്റണ്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഏതിനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു കുഴപ്പം, 2-3 കുഴപ്പങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഏതിനായാലും നമുക്ക് ഒരുപാട് ഡീമെരിറ്റ്സ് കാണും. അപ്പോൾ നമ്മൾ എൻ്റെ ഈ V4ന്റെ ഡീമെരിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്, പക്ഷേ ഡീമെരിറ്റ്സ് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ സാധനം നല്ല കട്ടിയില്ലാത്തതാണ്. ബേക്കിൽ ആരെങ്കിലും കയറി താങ്ങുമ്പം പെട്ടെന്ന് പൊട്ടിയങ്ങ് പോകും. നല്ല രീതിയിൽ താങ്ങുമ്പോൾ പൊട്ടിപ്പോവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, എല്ലാ V4 ഓണേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ആരെങ്കിലും ബേക്കിൽ വന്നിരിക്കുമ്പോൾ താങ്ങി പിടിക്കുമ്പോൾ പൊട്ടി അങ്ങ് പോകും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡീമെരിറ്റ്സ് എന്ന് പറയുന്നത്. അല്ല, ഇതൊരിക്കലും അത് പൊട്ടിയിട്ടുണ്ടോ? പൊട്ടിയിട്ടൊന്നുമില്ല, എപ്പോ ആണോ പൊട്ട. കാക്ക, അപ്പം നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കാക്കാരെ സ്പീഡ് അനുസരിച്ച് നമുക്ക് ബേക്ക് ഇരുത്തിക്കൊണ്ട് പോകാം? ഇല്ല, ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റുന്നത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ പാടാണ് ഈ വണ്ടി കയറാൻ. നല്ല പാടായിരിക്കും. എന്ന് പറയുമ്പം ബേക്ക് നല്ല പെയിൻ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്കായിരുന്നാൽ പോലും കുറച്ച് പെയിൻ വരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ വയസ്സായവർക്കൊക്കെ നല്ല നടുവേദന വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും വണ്ടിക്ക് കയറാൻ. പിന്നെ വീട്ടിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത്രയൊക്കെ തന്നെ. വേറെ വണ്ടി പൊളിയാണ്. സത്യം പറഞ്ഞാൽ സിംഗിൾ റൈഡിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാക്ക ഇതെനിക്കും ഇതിന്റെ കൂടെ റൈഡിങ്ങിനായിട്ട് സ്ഥലങ്ങളിലാ പോയിട്ടുണ്ടോ? ഞാൻ ട്രിവാൻഡ്രത്ത് ലുലുമാളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബ്രൈമൂർ, പാലോട് ബ്രൈമൂറിലൊക്കെ പോയി. അത്യാവശ്യം നല്ലതാണ്, നല്ല രസമുണ്ടായിരുന്നു. റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ പക്കയാണ്. അത്ര നേരം ഇരിക്കുമ്പോ നമ്മളെ മെയിൻ സാധനം ഇതിന്റെ സൗണ്ട് എങ്ങനെയാണ്? സൗണ്ട് ഒന്ന് സൗണ്ട് ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ സൗണ്ട് കേൾപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ കാക്കാര ബൈക്കിന്റെ ബേക്കിലോട്ട് കയറാൻ പോയിരുന്നു. സെറ്റ് എന്റെ സ്പീഡ് കാണിച്ചു തരാം. കാക്ക പറക്കാൻ പോവുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഗൈസ്, പൊളിയായിട്ടുണ്ട്. സത്യത്തിൽ കാറ്റുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ പോകുമ്പോഴാണ്. നമ്മൾ തിരിച്ച് ആരിഫിന്റെ അടുത്തോട്ട് പോയാണ്. നിങ്ങൾക്ക് എന്റെ സൗണ്ട് കയറാൻ പറ്റാത്ത ഫുഡ് കയറുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നടാ അമ്മാനെ റൈഡിങ്? കാക്ക ഇത്രയും സ്പീഡിൽ പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാക്ക ബൈക്കിൽ കെട്ടിപ്പിടിച്ചോണ്ടാണ് പോയത്. ഞാൻ കാക്കയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്. ഗായ്സ്, നമ്മൾ മാക്സിമം എല്ലാം നമുക്ക് അറിഞ്ഞാവുന്ന ചോദ്യം, നമ്മൾക്ക് തോന്നിയ ചോദ്യങ്ങളെല്ലാം കാക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്. കാക്കാര് അതിന്റെ ഉത്തരങ്ങളൊക്കെ കിടുവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കാത്ത വല്ല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ചോദ്യങ്ങളായാലും മതി, താഴെ കമന്റ് ചെയ്താൽ നമ്മൾ കാക്കാടുത്ത് ചോദിക്കും. കാക്ക അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് അല്ലേടാ. അത് നമ്മള് വീഡിയോയില് നമ്മള് പിന്നെ സെക്കൻഡ് പാർട്ടായിട്ടാ നമ്മൾ ഇറക്കുന്നതാണല്ലേടാ. അപ്പൊ ഇത്ര നേരം നമ്മളിവിടെ റിവ്യൂ എടുക്കാൻ തന്നതിന് വളരെയധികം നന്ദി അല്ലേടാ. അപ്പൊ ഗൈസ്, ഇത്ര ഉള്ള വീഡിയോ. റിവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫാറ്റ് ബൈക്കിന്റെ റിവ്യൂ ഇനി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അയക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.